ഒരിക്കൽ ഒരു രാജാവ് തൻ്റെ രാജ്യത്തിലെ ഏറ്റവും വലിയ ജ്ഞാനി ആരാണെന്ന് കണ്ടെത്താൻ വേണ്ടി ഒരു മത്സരം നടത്തി. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പണ്ഡിതന്മാരും തത്വചിന്തകരും മത നേതാക്കളുമൊക്കെ മത്സരത്തിൽ പങ്കെടുക്കുവാനായി രാജധാനിയിലെത്തി. താനാണ് ഏറ്റവും അറിവുള്ള ആളെന്ന് സ്ഥാപിക്കാനായി ഓരോരുത്തരും തങ്ങളുടെ വാദങ്ങൾ അവതരിപ്പിച്ചു. ഒരാൾ പറഞ്ഞു, വേദങ്ങളാണ് സത്യം. മറ്റൊരാൾ പറഞ്ഞു, അല്ല, എൻ്റെ തത്വശാസ്ത്രമാണ് ശരി. മൂന്നാമൻ പറഞ്ഞു, എൻ്റെ മതം മാത്രമാണ് ശരി. പിന്നൊരാൾ പറഞ്ഞു, ഇതൊന്നും സത്യമല്ല, ശാസ്ത്രം മാത്രമാണ് ശരി. വാദപ്രതിവാദം ഗംഭീരമായി നടന്നു. ഓരോരുത്തരും പറയുമ്പോൾ രാജാവിന് തോന്നും അവർ പറയുന്നതാണ് ശരിയെന്ന്. തർക്കം ദിവസങ്ങളോളം നീണ്ടിട്ടും ശരിയേതെന്ന് കണ്ടെത്താനാകാതെ രാജാവ് വല്ലാതെ വിഷമിച്ചു. തർക്കത്തിന് പരിഹാരം കാണാനാകാതെ പലതും ആലോചിച്ചു കൊട്ടാരത്തിലെ ഉദ്യാനത്തിലൂടെ നടന്ന രാജാവ് അടുത്തു കണ്ട തോട്ടക്കാരനോട് ചോദിച്ചു, ഈ ഉദ്യാനത്തിലെ ഏറ്റവും നല്ല പൂവ് ഏതാണ്? നിറയെ വ്യത്യസ്തങ്ങളായ പൂക്കളുള്ള വലിയ ഉദ്യാനത്തിൻ്റെ പാലകൻ ഒരു സംശയവുമില്ലാതെ ഒരു പൂവ് ചൂണ്ടിക്കാട്ടിയിട്ട് പറഞ്ഞു, ഈ പൂവാണ് എനിക്കേറെ ഇഷ്ടം. അപ്പോൾ രാജാവ് ചോദിച്ചു, ഈ പൂക്കൾ വളരെ കുറച്ചു മാത്രമേ ഇവിടെ ഉള്ളല്ലോ, മറ്റു പൂക്കളാണല്ലോ അധികവും. നിങ്ങൾക്ക് ഈ പൂവാണ് ഇഷ്ടമെങ്കിൽ അത് വേണ്ട ഇവിടെ ആവശ്യത്തിലധികം ഉണ്ടാവാൻ. തോട്ടക്കാരൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എല്ലാ പൂവുകളും നല്ലതാണ് മഹാരാജാവേ. ഓരോ പൂവിനും ഓരോ നിറവും മണവുമാണ്. എനിക്കിഷ്ടം ഇതാണെങ്കിലും മറ്റുള്ളവ ഇതിനേക്കാൾ നന്നായി മറ്റുള്ളവരെ ആകർഷിക്കുന്നുണ്ടാവാം. എനിക്കിഷ്ടമുള്ള പൂവ് അങ്ങേക്ക് ഇഷ്ടമാകണമെന്നില്ല. എനിക്കിഷ്ടമുള്ള പൂക്കൾ മാത്രമേ ഈ ഉദ്യാനത്തിൽ ഉള്ളൂവെങ്കിൽ ഈ ഉദ്യാനം കാണുവാൻ ഒരു ഭംഗിയും ഉണ്ടാവില്ല. പല പൂക്കൾ നിറയുമ്പോഴാണ് പൂന്തോട്ടം മനോഹരമാകുന്നത്. ജ്ഞാനികളുടെ പുരസ്കാരം രാജാവ് തോട്ടക്കാരന് സമ്മാനിച്ചു. മനുഷ്യചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ പലതിൻ്റെയും തുടക്കം ഞാൻ മാത്രമാണ് ശരി എന്ന ചിന്തയിൽ നിന്നാണ്. ഞാൻ മാത്രമാണ് ശരി എന്ന ചിന്ത അതൊരു മതത്തിൻ്റെ പ്രശ്നമല്ല, രാഷ്ട്രീയത്തിൻ്റെ പ്രശ്നമല്ല, കുടുംബത്തിൻ്റെ പ്രശ്നമല്ല, നാടിൻ്റെ പ്രശ്നമല്ല. അത് ഒരു മനോഭാവത്തിൻ്റെ പ്രശ്നമാണ്. സോക്രട്ടീസിൻ്റെ ജീവിതത്തിൽ ഇതിന് മനോഹരമായ ഒരു ഉദാഹരണമുണ്ട്. ഗ്രീസ് നഗരമായ ഡൽഹിയിലെ ദേവാലയത്തിലെ ഒരു പ്രവാചക ഒരിക്കൽ സോക്രട്ടീസിനേക്കാൾ വലിയ ജ്ഞാനി ആരുമില്ലെന്ന് പ്രഖ്യാപിച്ചു. ഈ വാർത്ത കേട്ടപ്പോൾ സോക്രട്ടീസ് സന്തോഷിച്ചില്ല, പകരം അദ്ദേഹം ആശയക്കുഴപ്പത്തിലായി. എൻ്റെ അറിവ് വളരെ പരിമിതമാണെന്ന് എനിക്കറിയാം. ഞാൻ എങ്ങനെ ഏറ്റവും വലിയ ജ്ഞാനിയാകും? അദ്ദേഹം നഗരത്തിലെ കവികളെയും കലാകാരന്മാരെയും പണ്ഡിതരെയും ഒക്കെ കണ്ട് അറിവിനെക്കുറിച്ച് സംസാരിച്ചു. അവർ പല കാര്യങ്ങളും അറിയുന്നവരായിരുന്നു. പക്ഷെ ഒരു പ്രശ്നമുണ്ടായിരുന്നു, അവരറിയാത്ത കാര്യങ്ങളും അറിയാമെന്ന് കരുതിയിരുന്നു. സോക്രട്ടീസ് പിന്നീട് പറഞ്ഞു, ഞാൻ അവരെക്കാൾ ജ്ഞാനിയാണ്. കാരണം അവർ അറിയാത്തത് അറിയാമെന്ന് കരുതുന്നു, ഞാൻ അറിയാത്തത് അറിയില്ലെന്ന് സമ്മതിക്കുന്നു. മനുഷ്യരാശിക്ക് ലഭിച്ച ഏറ്റവും വലിയ പാഠങ്ങളിലൊന്നാണ് സോക്രട്ടീസിൻ്റെ ഈ വാക്കുകൾ. എല്ലാം അറിയുന്നതല്ല, അറിയാത്തത് അറിയില്ല എന്നറിയുന്നതാണ് അറിവിൻ്റെ അടയാളം. ആ അറിവടയാളം മാഞ്ഞു തുടങ്ങുന്നിടത്താണ് ഞാൻ മാത്രമാണെന്ന് ശരിയെന്ന തോന്നൽ ജനിക്കുന്നത്. ഒരു വീട്ടിൽ കലഹം തുടങ്ങുന്നത്, രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ പോര് തുടങ്ങുന്നത്, മതങ്ങൾ തമ്മിൽ സംഘർഷമുണ്ടാകുന്നത്, സോഷ്യൽ മീഡിയയിൽ ആരോഗ്യകരമായ സംവാദങ്ങൾക്ക് പകരം ആളുകൾ പരസ്പരം ശത്രുക്കളാകുന്നത് എല്ലാം ഞാൻ മാത്രമാണ് ശരിയെന്ന തോന്നലിൽ നിന്നാണ്. നമ്മൾ കാണാത്ത സത്യങ്ങൾ മറ്റൊരാളുടെ കണ്ണുകളിൽ ഉണ്ടാകാം. നമ്മൾ കേൾക്കാത്ത സംഗീതം മറ്റൊരാളുടെ ചെവികളിൽ മുഴങ്ങുന്നുണ്ടാവാം. നമ്മൾ നടന്നിട്ടില്ലാത്ത വഴികളിലൂടെ മറ്റൊരാൾ നടന്നിട്ടുണ്ടാകാം. ആ വഴികളാകാം അവർക്ക് വെളിച്ചമേകുന്നത്. നാം അതിനെ അന്ധകാരമെന്ന് വിളിച്ച് എന്തിന് അപമാനിക്കുന്നു? സത്യം ആരുടെയും സ്വകാര്യ സ്വത്തല്ല, അതൊരു വിശാലമായ ആകാശമാണ്. ഓരോരുത്തരും അതിൻ്റെ ഓരോ കോണുകൾ മാത്രം കാണും. ആകാശം മുഴുവൻ കണ്ടവരാരുമില്ല. നമ്മുടെ സമൂഹത്തിലെ പല പല പ്രശ്നങ്ങളുടെയും തുടക്കം അറിവില്ലായ്മയിൽ നിന്നല്ല, താൻ മാത്രമാണ് ശരിയെന്ന തോന്നലിൽ നിന്നാണ്. അറിവില്ലായ്മ അപകടകരമാണ്, പക്ഷേ എനിക്കെല്ലാം അറിയാമെന്ന വിശ്വാസം അതിലേറെ അപകടമാണ്. ഞാൻ ശരിയാണ്, പക്ഷെ ഞാൻ മാത്രമല്ല ശരിയെന്ന ബോധ്യമാണ് സംസ്കാരത്തിൻ്റെ തുടക്കം. ആ ബോധ്യമാണ് ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാനം. ആ ബോധ്യമാണ് സഹിഷ്ണുതയുടെ ഹൃദയം. ഈ ദിവസം
നല്ലതാകട്ടെ.